സാധാരണ സംസാര ഭാഷയിൽ വരുന്ന ഒരു തെറ്റാണ്. അതിന് കോമൺ ആണ്. ഏത് പ്രാദേശിക അറബി സംസാരത്തിലും ഇങ്ങനെ നമ്മുടെ അജ്നബികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വിദേശികൾ. അതിൽപ്പെട്ട ഒന്നാണ് ഈജി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതിൻ്റെ കൃത്യത എന്താണെന്ന് പലർക്കും ഇപ്പോഴും ബോധ്യം വരാത്തതുപോലെയാണ്. അതായത് അനഈജി എന്ന് പറയും, അത് തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. അൻത ഈജി എന്നുകൂടി പറയും. യാ സദീഖ് അൻത മത്ത ഈജി, എന്ത മത്ത ഈജി എന്ന് പറയാറുണ്ട്. അതും സ്വാഭാവികമായും തെറ്റായ ഒരു കാര്യം തന്നെയാണ്, മത്ത ഈജി എന്നുള്ളത്. ഇതിൻ്റെ കൃത്യത എങ്ങനെയാണ് എന്നാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായി ജാ എന്നാൽ പാസ്റ്റ് ടെൻസാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മ ജാ വന്നില്ല, അതൊരു പുരുഷനെക്കുറിച്ച് പറയുമ്പോഴുള്ളതാണ്. ഇനി ഒരു വസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ ബസ് വന്നില്ല, മ ജാ ബസ് മ ജാ. മറ്റജ എപ്പോഴാണ് വന്നത്, ഇതാണ് വന്നു എന്ന്. ഇനി വരും അല്ലെങ്കിൽ വരുന്നു. അറബി ഭാഷയിൽ ഫ്യൂച്ചർ ആൻഡ് പ്രസൻറ്റ് ടെൻസുകൾ ഒരേ പാറ്റേണിലാണ് പോവുക. മറ്റ ഈജി എന്നാണ് നമ്മൾ പറയാറുണ്ട്. ഒരു വസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ അത് കറക്റ്റാണ്. ബസ് മറ്റ ഈജി ഒരു തെറ്റുമല്ല, അത് കറക്റ്റാണ്. അദ്ദേഹം മുദീർ മറ്റ ഈജി കറക്റ്റാണ്. ഇവിടെ ഒരു വസ്തു മാത്രമാണ്, അഥവാ ഒരാളെക്കുറിച്ച്, അതും ഒരു പുല്ലിംഗമായൊരു വസ്തുവിനെക്കുറിച്ചോ അതല്ലെങ്കിൽ പുരുഷനെക്കുറിച്ചോ പറയുമ്പോൾ അതിനൊരു കൃത്യത, ഒരു മാറ്റമില്ല, അത് കറക്റ്റാണ്. അവിടെ മാത്രമേ അത് ഉപയോഗിക്കുള്ളൂ. ഈ രണ്ടാമത്തെ ഒരു കാര്യമുള്ളത് എന്താണ്, താങ്കൾ എന്ന് പറയാൻ ഇൻതയാണ് അറബിയിൽ. അവിടെ മറ്റ തീജി എന്ന് തന്നെ പറയണം. യാ ഹബീബി മറ്റ തീജി, യാ ഉസ്താദ് മറ്റ തീജി ഇൻത, നിങ്ങളെപ്പോഴാണ് വരിക? മറ്റ തീജി എന്നാണ് ചോദിക്കേണ്ടത്. തീജി ബുക്ര, താങ്കൾ നാളെ വരുമോ? തീജി, ഈജി എന്ന് ചോദിക്കാതിരിക്കുക. എത്ര തന്നെ പറഞ്ഞാലും നമ്മൾ ആൾക്കാർക്ക് ഇത് മാറ്റാൻ കഴിയാത്ത അത്രയും നമ്മുടെ മനസ്സിൽ അത് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത്. മൂന്നാമത്തത്, ഞാനെന്ന് പറയുവാൻ അറബിയിൽ അനയാണ്. ഏതൊരു ഭാഷ പഠിക്കുമ്പോഴും ആദ്യം പഠിക്കേണ്ടത് അനയാണ്. അന, ഞാൻ. അപ്പോൾ ഞാൻ നാളെ വരും, അന ആജി എന്നാണ് പറയുക. ഇൻതയുടെ ത ആദ്യം വന്നതുപോലെ അനയുടെ ആ ആദ്യം വരണം. അതാണ് അറബി ഗ്രാമറും അറബിയുടെ സംസാര ഭാഷയുടെ കൃത്യതയും. ഓക്കെ, അന ആജീഖ് ദൽഹീൻ, അന ആജീഖ് ദൽഹീൻ, ഇതാ ഞാനിപ്പോൾ വരുന്നത്. ഇവിടെ ഇപ്പോൾ വരാമെന്നിടത്തൊരു ബാ ചേർക്കാറുണ്ട്. അതൊരു കൺഫ്യൂഷൻ വരേണ്ടതില്ല. ഞാൻ പിന്നീട് വരാം, ഒരല്പസമയം കഴിഞ്ഞ് വരാം എന്നൊക്കെ പറയുമ്പോൾ ബ ചേർക്കുന്നൊരു രീതി അത് കോമൺ ആണ്. അത് അറബി സാഹിത്യത്തിൽ സൗഫയും സ എന്നും ചേർക്കുന്നത് പോലെയാണ്. അനബാജീഖ് ബാദഷോയ, ബാജീഖ് ഞാൻ നിനക്ക് തരാം, ബാത്തീഖ് എന്ന് പറയുന്നത് പോലെ. ഓക്കെ, അപ്പോൾ ബ എന്നതിൻ്റെ ഒരു കൃത്യത വരുമ്പോൾ ആയാണ് അവിടെ വരുന്നത്. ഓക്കെ, അനബാജീഖ് അവിടെ നിൽക്കട്ടെ. അപ്പോൾ അന ഈജി എന്നതിനെ തിരുത്തി അന ആജി എന്ന് പറയാൻ ശ്രമിക്കുക. അത് പിന്നീട് വരുന്നൊരവസ്ഥക്കാണ് നിങ്ങളെങ്കിൽ അനബാജി എന്ന് പറയുക. ബജി എന്ന് പറയാറുണ്ട്, ബജീഖ് എന്ന് പറയാറുണ്ട്. അതിൻ്റെ കറക്റ്റ് ബ അജീഖാണ്. അത് ബാജി എന്നും പറയാം, ബജി എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇത് യൂട്യൂബിൽ നമ്മുടെ ചില വീഡിയോയുടെ കമൻറ്റുകളിലൊക്കെ ഉണ്ട്, ഇതെന്ത് കാട്ടറബിയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇതാണ് യഥാർത്ഥ അറബി. അതുകൊണ്ട് അറബികളെപ്പോലെ അവരുടെ വാക്കുകളും അവരുടെ ശൈലിയും ഒബ്സർവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു സംസാര ഭാഷ അനിവാര്യമാണോ, അറബിക് യൂനി എല്ലാ വെള്ളിയാഴ്ചകളിലും പറഞ്ഞ് പരിശീലിപ്പിക്കുന്ന ഒരു ഫ്രീ വെബിനാറുണ്ട്. ഏകദേശം 1000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന, അതിലൊക്കെ ഒന്ന് പങ്കെടുത്ത് നോക്കുക. ഒരു നല്ല സംസാര ഭാഷ നിങ്ങൾ സ്വായത്തമാക്കുക. ശുക്രൻ, മഅസ്സലാമ.